Hello students, today we are going to start with a new chapter. Its name is Angular Momentum. So we'll see the introductory part of it. So angular momentum, it deals with the rotational motion that you will be knowing. Okay, so our aim, so far we have seen only the translation motion. Translation motion ആയിട്ടുള്ള ലോസും അതിൻ്റെ എങ്ങനെയാണ് ഇക്വേഷൻ മോഷൻ കണ്ടുപിടിക്കുക, എങ്ങനെ എനർജി വെച്ചിട്ട് അതിൻ്റെ മോഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നമ്മളിതുവരെ ഒരു ഒരു പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് റൊട്ടേഷൻ മോഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇഫ് യു കൺസിഡർ എ ജനറൽ മോഷൻ ഇറ്റ് വിൽ ബി, നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് ഷുഡ് ബി പ്യുവർ ട്രാൻസ്ലേഷൻ. സോ ഇറ്റ് വിൽ ബി കോമ്പിനേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അങ്ങനെയായിരിക്കും സാധാരണ നമ്മൾ കാണുക. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്യുവർ റൊട്ടേഷൻ, ഇറ്റ് ക്യാൻ ബി പ്യുവർ ട്രാൻസ്ലേഷൻ ഓൾസോ. But in general case, when you are considering the motion of a body, there will be rotational motion also. അപ്പോൾ നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റണം. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് a way of analyzing the general motion of a rigid body under any combination of the applied forces. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേപ്പബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയണം, how a system will behave in a rotational motion and how we will calculate its force or whatever terms other than the linear momentum that you should know. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, റൊട്ടേഷണൽ മോഷൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുമ്പേ നമുക്കത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കിപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷനും അതുപോലെ റൊട്ടേഷണൽ മോഷനും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു റിജിഡ് ബോഡിയുടെ എല്ലാ അതിൻ്റെ ജനറൽ മോഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സസിനും നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു തിയറമാണ് ചേസൽസ് തിയറം. ചേസൽസ് തിയറം ഇത്രയും പറയുന്നുള്ളൂ, എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ റിജിഡ് ബോഡി വിച്ച് അസേർട്സ് ദാറ്റ് എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ റിജിഡ് ബോഡി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. Any displacement of a rigid body can be decomposed into two independent motion. അപ്പോൾ ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സിസ്റ്റംസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിളായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ് ആയിട്ട് എടുക്കും. ദാറ്റ് മേക്സ് യുവർ മാത്തമാറ്റിക്സ് സിമ്പിൾ. അതിനാണ് നമ്മൾ പോയിന്റ് മാസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പോയിന്റ് മാസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ എക്സ്റ്റൻഡഡ് സിസ്റ്റം ആക്കിയിട്ട് എക്സ്റ്റൻഡഡ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റും. അപ്പം റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ഒരു എന്താണ് ആ പാർട്ടിക്കിൾ മുഴുവനായിട്ട്, ഒരു പാർട്ടിക്കിളല്ല ആ സിസ്റ്റം മുഴുവനായിട്ട്, അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ ഡെഫിനിറ്റ് മാസ്, അങ്ങനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യുന്ന എല്ലാ മാസീവ് പാർട്ടിക്കിൾസ്, എല്ലാ മാസീവ് സിസ്റ്റംസും നമുക്ക് റിജിഡ് ബോഡി എന്ന് പറയാം. അപ്പോൾ റിജിഡ് ബോഡി ക്യാൻ ബി ഡികമ്പോസ്ഡ് ഇൻടു ടു ഇൻഡിപെൻഡൻറ്റ് മോഷൻ. ഇപ്പോൾ ഏതൊരു മോഷനും എനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ റിജിഡ് ബോഡി can be decomposed into or can be resolved into two independent motion. Independent ആയിട്ടുള്ള രണ്ട് മോഷനായിട്ട് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. One is translation about the center of mass and second is a rotation about the center of mass. Okay, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് അല്ല, എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് വേർ the total mass of the system is concentrated. അപ്പോൾ നമ്മളൊരു റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് മാസിലാണ് നമ്മൾ പറയുന്നത് എന്ത്, നിങ്ങൾ മുഴുവനായിട്ടുള്ള മാസ് ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് വെച്ചിട്ട് നമുക്ക് ഒരു റിജിഡ് ബോഡിനെ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും? യു ക്യാൻ അപ്രോക്സിമേറ്റ് ഇൻ ടു എ പോയിന്റ് മാസ്, ഒരു പാർട്ടിക്കിളായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് അതിൻ്റെ നിങ്ങൾ മാത്തമാറ്റിക്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഡെറിവേഷൻസ് ഒക്കെ വരുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക, അത് മാസ് അല്ല, ശരിക്കും അതൊരു പോയിൻ്റാണ്. ആ പോയിന്റിൽ എന്താണ്, ആ പോയിന്റിലാണ് നിങ്ങളെ ആ സിസ്റ്റത്തിൻ്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേസൽസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഏതൊരു ഡിസ്പ്ലേസ്മെൻറ്റും, ഏതൊരു റിജിഡ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് മോഷനായിട്ട്
കൺസിഡർ ചെയ്യാൻ പറ്റും. And one will be a translation motion of the center of mass, and the other will be the rotation about the center of mass. Translation about the center of mass അല്ല, translation of the center of mass ആണ്. ഓഫ് ആണ്, അബൌട്ട് അല്ല. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം സെൻറ്റർ ഓഫ് മാസിൻ്റെ ട്രാൻസ്ലേഷനും പിന്നെ എന്താണ് റൊട്ടേഷൻ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്, ആ രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യു ആർ ടേക്കിംഗ് എ ചെയർ, ഒരു ചെയർ എടുക്കുകയാണ്. ആ ചെയർ ഇവിടെ നിന്ന് അതിൻ്റെ ശരിക്കും ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ ഈ സോളിഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫൈനൽ പൊസിഷൻ ഇങ്ങനെ, അതായത് ഇത് വെർട്ടിക്കലായിട്ടുള്ളൊരു സാധനം ഹൊറിസോണ്ടലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് ഒരു ആംഗിളിൽ അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന്, അതായത് ഇങ്ങനെ കുത്തിരിയിരിക്കുന്ന ഒരു ചെയർ ഇങ്ങനെ വരങ്ങനായി കിടക്കും. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ചേസസ് തിയറം പറയുന്നത്. അതെങ്ങനെയാണ്, നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യുക. സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഹിയർ. ഇപ്പോൾ ഫസ്റ്റ് മോഷൻ ആയിട്ട് എടുക്കുക, ഈ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ എത്തുന്നു. അപ്പോൾ ആദ്യത്തെ മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ മോഷനാണ്. ഇറ്റ് ഈസ് എ പ്യുവർ ട്രാൻസ്ലേഷൻ. അത് ഈ പൊസിഷനിൽ ഈ ഡോട്ടഡ് പൊസിഷനിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ ഡോട്ടഡ് പൊസിഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, there is a translation of the center of mass. Center of mass is translated from this point to this point. Okay, and after that you had to draw a line going through the center of mass. അപ്പോൾ ഈ ലൈനാണ് നിങ്ങളെ റൊട്ടേഷൻ ആക്സിസ് ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഈ ലൈനിൽ ബോട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഈ ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പൊസിഷനിലേക്ക് മാറും. So the first motion is a pure translation from this point to this point. The center of mass is translated from this point to this point. And after that, the second motion is pure rotation about the center of mass. So about the axis that is going through the center of mass. Okay. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ രണ്ട് മോഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇനി ഈ രണ്ട് മോഷൻ ഇൻഡിപെൻഡൻറ്റും ആണ്. അപ്പോൾ ഇനി ഇതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല. ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യം വേണേൽ റൊട്ടേറ്റ് ചെയ്യാം. ആദ്യം ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു. ആദ്യം ഇവിടുന്ന് ഇതിനെ അബൌട്ട് ഈ സെൻറ്റർ ഓഫ് മാസ് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എനി മോഷൻ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് എ സിംഗിൾ ട്രാൻസ്ലേഷൻ ആൻഡ് എ സിംഗിൾ റൊട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഏതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷനായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതുവരെ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷന് നിങ്ങളിപ്പോൾ ന്യൂട്ടൺസ് ലോസ് പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളതുപോലെ നമ്മളിപ്പോൾ വർക്ക് എനർജിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിലൊക്കെ നമ്മൾ മോഷൻ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ ഉള്ളൂ, അല്ലേ? റൊട്ടേഷനെ പറ്റി നമ്മളൊന്നും മിണ്ടിയിട്ടേ ഇല്ല. സോ റൊട്ടേഷനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. റൊട്ടേഷണൽ മോഷൻ ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഷൻ. അപ്പോൾ അത് പഠിക്കാനാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഒരു റൊട്ടേഷനിൽ എങ്ങനെയൊക്കെയാണ് സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത്, യു ഹാവ് ടു നോ വാട്ട് ഈസ് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനുള്ളൊരു പാർട്ടിക്കിൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആംഗുലർ മൊമെൻറ്റം ഈസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇപ്പോൾ ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാസീവ് പാർട്ടിക്കിൾ ഈസ് മൂവിങ്, ഇറ്റ് വിൽ ഹാവ് എ ലീനിയർ മൊമെൻറ്റം ദാറ്റ് ഈസ് ഗിവൺ ബൈ മാസ് ഇൻറ്റു ഇറ്റ്സ് വെലോസിറ്റി, അല്ലേ? അപ്പം അത് നമ്മൾ മോർ മാസീവായിട്ടുള്ള പാർട്ടിക്കിളിന് മോർ ആയിരിക്കും ലീനിയർ മൊമെൻറ്റം. അതുപോലെ മോർ വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് മോർ ആയിരിക്കും ലീനിയർ മൊമെൻറ്റം. ആ കാര്യങ്ങൾ അറിയാം. ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. നമ്മൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയാം. മൊമെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റം. ഓക്കെ, R cross P, L is equal to R cross P. നമ്മൾ പറഞ്ഞിട്ട് നേരത്തെ തന്നെ any notation which is in bold that represents a vector. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏത് നമ്മൾ ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബി എ വെക്റ്റർ.
അപ്പോൾ ഇവിടെ ഇതെല്ലാം വെക്റ്റേഴ്സാണ്. സോ L is equal to R cross P. R cross P എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ബിക്കോസ് നമുക്ക് ആറിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും, പിയുടെ യൂണിറ്റ് മാസിൻ്റെ വെലോസിറ്റി അല്ലേ, അപ്പോൾ എന്ത് വരും, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. സോ 2 മീറ്റർ വരും, സോ മീറ്റർ സ്ക്വയർ വരും, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. ദിസ് ഈസ് ദ SI യൂണിറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. ഇതിന് വേറെ പേരൊന്നുമില്ല. നമ്മളിപ്പം ചിലതിനൊക്കെ പേരില്ലേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇസ് പാസ്കൽ, അങ്ങനെയൊക്കെ. അങ്ങനെയില്ല, ഇതിന് പേര് ഇത് തന്നെയുള്ളൂ, ഇങ്ങനെയുള്ളൂ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ R cross P ഞങ്ങൾ പറഞ്ഞു. R cross P എന്ന് പറഞ്ഞാൽ ഇത് എഗെയിൻ ഇറ്റ് ഈസ് എ വെക്റ്റർ. അപ്പോൾ R cross P എന്നുള്ളതിന് നമ്മളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതേപോലെ എന്ത് വേണം, ഈ Lൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്റ്റർ. അപ്പോൾ ഈ ഡയറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മളൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ R cross P, അപ്പം വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ കാര്യം നമ്മൾക്ക് നല്ലതായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കാൻ there are 3 ways to calculate the angular momentum of a particle in XY plane. അപ്പോൾ ഇവിടെ നമ്മൾ XY plane ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് യുവർ വെക്റ്റർ ഇത് XY plane ആണ്. ആൻഡ് യുവർ ഇതാണ് നിങ്ങൾ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ആൻഡ് യുവർ പാർട്ടിക്കിൾ ഈസ് ഹിയർ. ഇതാണ് നിങ്ങളുടെ പാർട്ടിക്കിൾ. ആൻഡ് പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R ഫ്രം ദി ഒറിജിൻ. യു ക്യാൻ സേ ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് R. R എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി V, ഓർ ഇറ്റ് വിൽ ഹാവ് എ ലീനിയർ മൊമെൻറ്റം P ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ velocity direction, or the particle is moving in this direction, so it will have a linear momentum in this way. Okay, now you have to find the cross product. R cross P കാണണം. R cross P കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഒരു വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ കാണാം? അതിനെന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു place the right hand in the direction of the Persian vector. So ആറിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ റൈറ്റ് ഹാൻഡ് വെക്കുക. എന്നിട്ട് you have to curl your fingers in the direction of P. Okay, you have to place your right hand in the direction of the Persian vector. Then you have to curl your fingers in the direction of P. Then the direction of the thumb will give you the direction of the angular momentum, or R cross P. ഓക്കെ, അപ്പോൾ R cross Pയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ തമ്പ് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ദ തമ്പ് ഈസ് പോയിൻറ്റിങ് അപ്വേർഡ്. സോ ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വിൽ ബി ഇൻ ദിസ് വേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മേലോട്ടേക്കായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് R cross P, ഓർ ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊന്നുകൂടെ നോക്കാം, ഈ ഡയറക്ഷൻ്റെ കാര്യം. സോ L ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ R ആൻഡ് P എന്ന് പറഞ്ഞു. ഇവിടെ L ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ XY-യിലാണ് ആറും P ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇഫ് R ആൻഡ് P ലൈസ് ഇൻ ദി XY പ്ലെയിൻ, ദെൻ L ഈസ് ഇൻ ദി പ്ലസ് Z ഡയറക്ഷൻ ഇഫ് ദ റൊട്ടേഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഈ കേസ് എടുക്കാം. ഇവിടെ R ഇതാണ് XY, you have the XY plane and R is in this way. അപ്പോൾ ആറിന് ഞാൻ റെഡ് ഡോട്ടർ ലൈൻ വരച്ചത് ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കാനാണ്. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഡയറക്ഷൻ ഇതാണ്. ഇനി ഇതിൻ്റെ നമുക്ക് എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് കാണണം. സോ യു ഹാവ് ടു ടേക്ക് R cross P. ആണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. സോ യു ഹാവ് ടു ടേക്ക് R cross P. അപ്പോൾ R cross P എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റൊട്ടേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഏത് ആംഗിളാണ് കൺസിഡർ ചെയ്യുക. R cross P എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു ആംഗിൾ ഉണ്ട്. ഈ ഡയറക്ഷനിൽ ഈ കൗണ്ടർ ക്ലോക്ക് വൈസും ആംഗിൾ ഉണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസും ഈ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ എന്ന് പറയുന്നത് മോറാണ്. നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആംഗിൾ ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതാണ് ഡയറക്ഷനുള്ള ആംഗിൾ, ഈ ചെറിയ ആംഗിൾ. നമ്മൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്.
അല്ലേ? ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഉള്ള ആംഗിൾ, ഇത് ഇങ്ങനെ ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിളാണ് ചെറുത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് വലിയതാണ്. നമ്മൾ എപ്പോഴും എടുക്കുക സ്മോളസ്റ്റ് ആംഗിളാണ് കേട്ടോ. ആറിന്ന് പിയിലേക്ക് പോകുന്ന നമ്മൾ ഡയറക്ഷൻ ആംഗിൾ എടുക്കുന്ന സമയത്ത് സ്മോളസ്റ്റ് പോസിബിൾ ആംഗിളാണ് എപ്പോഴും എടുക്കുക നൊട്ടേഷൻ ആർക്രോസ് പി കാണുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഈ റെഡ് ഡോട്ടഡ് ലൈൻസിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് വെച്ചു ആൻഡ് യു ആർ ടേണിങ് ദ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തമ്പ് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എന്താണ്, ടുവേർഡ്സ് യു അല്ലേ? ടുവേർഡ്സ് യു ആയിട്ടല്ലേ, അതായത് ഔട്ട് ഓഫ് ദി സ്ക്രീൻ. ആ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് സെറ്റ് ആയിട്ട് എടുക്കുക. അതാണ് ഔട്ട് ഓഫ് ദി സ്ക്രീൻ. നമ്മളൊരു ആരോ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഡോട്ടായിട്ട് വരും. നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആരോ എടുക്കുകയാണെങ്കിൽ ആരോൻ്റെ ഫ്രണ്ട്, അതായത് നമ്മൾ ആരോൻ്റെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഡോട്ടാണ്. ആ ഡോട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടുവേർഡ്സ് യു ആണ്, നിങ്ങളെ നേരെയാണ് നിങ്ങളെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ അതിന് പോസിറ്റീവ് സെറ്റ് ഡയറക്ഷനായിട്ട് എടുക്കുന്നു. ദ ആക്സിസ് ദാറ്റ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു ഇസ് പോസിറ്റീവ് സെറ്റ് ആക്സിസ് പ്ലസ് സെറ്റ് ഡയറക്ഷൻ. ഇനി നോക്കുക, നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പൊസിഷനൊക്കെ മാറി. യുവർ പാർട്ടിക്കിൾ ഈസ് ഹിയർ ആൻഡ് നിങ്ങളെ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദിസ് വേ. ഈ കേസിൽ പാർട്ടിക്കിൾ ഇവിടെയാണ്, ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ആർ ഈ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഡോട്ടഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആർ ഈ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ നോക്കൂ, ആർ ക്രോസ് പി എടുക്കുന്ന സമയത്ത് ഈ ആംഗിൾ ഈ ഒരു ആർ ക്രോസ് പി എടുക്കുമ്പോൾ ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ. സോ ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള സ്മോളസ്റ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ? അതായത് ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ളതാണ്. ഓക്കെ, മറ്റേത് ആംഗിൾ എന്താണ്? ഈ ആംഗിൾ വലിയ ആംഗിളാണ് അല്ലേ? ആർ ക്രോസ് പി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെയാണ് വരും. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താ വരിക, വലിയ ആംഗിൾ വരും. സോ സ്മോളസ്റ്റ് ആംഗിളാണ് എപ്പോഴും നോക്കുക. ആറിന്ന് പിയിലേക്ക് പോകുന്ന സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ എവിടെയാണെന്ന് നോക്കുക, ഏത് ഡയറക്ഷൻ ആണെന്നാണ് നോക്കുക കേട്ടോ. നമ്മൾ വെറുതെ എടുക്കുകയല്ല, ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. യു ഹാവ് ടു സീ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ ടു റീച്ച് ഫ്രം ആർ ടു പി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആർ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോഴാണ് സ്മോളസ്റ്റ് പോസിബിൾ ആംഗിൾ വരുന്നത്. സോ യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ആൻഡ് യു ഹാവ് ടു കേൾ യുവർ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരും? നിങ്ങളെ കൈയിൻ്റെ തമ്പ് ഇൻ ടു ദി സ്ക്രീനായിട്ട് വരും അല്ലേ? ഇൻ ടു ദി സ്ക്രീനാണ് ഇപ്പം തമ്പ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ ടു ദി സ്ക്രീൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഇൻ ദി നെഗറ്റീവ് സെറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കിത് ഇൻ ടു ദി സ്ക്രീൻ ആയതുകൊണ്ട് യു ഹാവ് ടു പുട്ട് എ ക്രോസ് അല്ലേ? നമ്മൾ ആരോൻ്റെ ബാക്ക് സൈഡാണ് കാണാം. ബാക്ക് സൈഡ് ആകുമ്പോൾ നമ്മൾ ക്രോസ് ആണ്. നമ്മൾ ലുട്ടാപ്പിയുടെ കുന്തം ആലോചിക്കാം. ലുട്ടാപ്പിയുടെ കുന്തത്തിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡോട്ട് ആൻഡ് ബാക്ക് സൈഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ക്രോസ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദ ഡയറക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത് മുഴുവനും. ആംഗുലർ മൊമെൻറ്റം, അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ ഫോഴ്സ് മോഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്, ടോർക്ക് പഠിക്കാനുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു ബി വെരി തറോ വിത്ത് ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, സോ നൗ വി വിൽ മൂവ് ഓൺ ടു ഹൗ യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ആംഗുലർ മൊമെൻറ്റം. Okay, so next is the first method is we are going to explain the first method. Okay, so we know the equation for angular momentum is L is equal to R cross P. Okay, now you have to consider this particle. The particle is here, it is moving in this way, and you are having a origin here, and the position vector of the particle is R. ഓക്കെ, അപ്പോൾ ആറിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. സോ യു ആർ ടേക്കിംഗ് ആർ ക്രോസ് പി എടുക്കുന്ന സമയത്ത് ആറിന്ന് പിയിലേക്ക് പോകാൻ ഇറ്റ് ഇസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ഡയറക്ഷൻ. സോ ആർ ക്രോസ് പി വിൽ ബി ഏത് ഡയറക്ഷനിലായിരിക്കും? ആർ ക്രോസ് പി എല്ലിൻ്റെ ഡയറക്ഷൻ വിൽ ബി ടുവേർഡ്സ് യു അല്ലേ? ആർ ക്രോസ് പി എടുക്കുകയാണെങ്കിൽ ടുവേർഡ്സ് യു ആയിരിക്കും ഡയറക്ഷൻ.
സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആർ ക്രോസ് പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷന് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ത് എഴുതാം? ഇറ്റ് ഈസ് ആർ പി സൈൻ ഫൈ കെ. എ ക്രോസ് ബി ഈസ് എന്താണ് എ ബി സൈൻ തീറ്റ എന്നിട്ട് എഴുതില്ലേ അതേപോലെ. അപ്പോൾ ഈ ഡെഫിനിഷൻ വരുന്നതാണിത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു പ്ലസ് കെ ആണ്, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ഫിംഗേഴ്സ് വെച്ച് കേൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ടുവേർഡ്സ് യു ആൻഡ് ദാറ്റ് ഈസ് ദ പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ. സോ യു ക്യാൻ സേ ഇറ്റ് ഈസ് കെ ക്യാപ്. കെ ക്യാപ് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ അലോങ് ദി പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ. സോ എ ക്രോസ് ബി ഈസ് എ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന പോലെ ഇവിടെ ആർ പി സൈൻ ഫൈ കെ ക്യാപ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനെ എന്താ പറയുക, സെറ്റ് കമ്പോണൻറ്റ് മാത്രമേ ഇതിലുള്ളൂ അല്ലേ. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ സെഡ് കമ്പോണൻറ്റ് ഓഫ് ദി ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ അതിൽ എൽ സെഡ് ഇസ് ഈക്വൽ ടു ആർ പി സൈൻ ഫൈ. നമുക്ക് കിട്ടിയ വെക്റ്റർ ഒരു കമ്പോണൻറ്റ് മാത്രമല്ല, ഐ ജെ കെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ സെറ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ഇതിൽ എൽ സെഡ് ഇസ് ഈക്വൽ ടു ആർ പി സൈൻ ഫൈ എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്യുകയാണ്. യു ആർ ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ ടു പി. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒറിജിനിന്ന് നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ടുവേർഡ്സ് പി. പി എന്നുള്ള പി എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം വെക്റ്ററാണ്. ലീനിയർ മൊമെൻറ്റം വെക്റ്ററിൻ്റെ വെക്റ്ററിലേക്ക് യു ആർ ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് സൈൻ ഫൈ ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ആംഗിൾ വിൽ ബി 180 ആയിരിക്കും ഇല്ലേ. നമ്മുടെ ലൈനിൽ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫൈ ആണെങ്കിൽ ദിസ് വിൽ ബി പൈ മൈനസ് ഫൈ ആയിരിക്കും ഈ ആംഗിൾ. ഓക്കെ, പിന്നെ നമ്മളിത് പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 90, ഇത് 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 90 ആവുന്ന സമയത്ത് നമുക്ക് സൈൻ ഓഫ് ദിസ് ആംഗിൾ നമുക്ക് കാണാം. സൈൻ ഓഫ് പൈ മൈനസ് ഫൈ വിൽ ബി ഈക്വൽ ടു എന്ത് പറയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. സൈൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് പൈ മൈനസ് ഫൈ വിൽ ബി ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ആർ അല്ലേ. ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. സൈൻ ഓഫ് പൈ മൈനസ് ഫൈ വിൽ ബി ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് പൈ മൈനസ് ഫൈ. അപ്പോൾ അതിൽ നിന്ന് ആർ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ ഓഫ് പൈ മൈനസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഈ ജോമെട്രി നമുക്ക് കിട്ടുന്നതാണ്. യു ആർ ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ. അപ്പോൾ അവിടെ ഉണ്ടായ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തമ്മിലുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി സൈൻ ഓഫ് ദിസ് ആംഗിൾ, സൈൻ പൈ മൈനസ് ഫൈ. സോ അതിൽ ആർ പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു ആർ സൈൻ പൈ മൈനസ് ഫൈ എന്ന് എഴുതാം. സൈൻ ഓഫ് 180 മൈനസ് തീറ്റ, 180 മൈനസ് ആംഗിൾ വിൽ ബി സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. അപ്പോൾ ആർ സൈൻ പൈ മൈനസ് ഫൈ ഈസ് ആർ സൈൻ ഫൈ അല്ലേ. നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിക് റിലേഷൻ നിങ്ങൾക്ക് അറിയാം. സൈൻ ഓഫ് 180 മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ. സോ യു ക്യാൻ സേ ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ഈക്വൽ ടു ആർ സൈൻ ഫൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ സെഡിനെ എങ്ങനെ എഴുതാം? എൽ സെഡ് ഈസ് ആർ പെർപെൻഡിക്കുലർ ടു ഇൻറ്റു പി എന്ന് എഴുതാം. ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. സോ എൽ സെഡ് ഇസ് ഈക്വൽ ടു ദി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ആർ ആൻഡ് പി. ഓക്കെ, ഇത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ആൻഡ് ഡയറക്ഷൻ ഈസ് കെ. ഡയറക്ഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് അലോങ് ദി യൂണിറ്റ് വെക്റ്റർ കെ ക്യാപ്. ഇത് നമ്മളിതിൻ്റെ എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുകയാണ്. എൽ സെഡ് ഈസ് ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു പി. ആർ പെർപെൻഡിക്കുലർ ഈസ് the perpendicular distance between the origin and the line of P. ഒറിജിന് പിയുടെ ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് പിയുടെ ഡയറക്ഷൻ. പിയുടെ ഡയറക്ഷനിലേക്ക് ഒറിജിന് വരയ്ക്കുന്ന ലൈൻ ആണ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആർ പെർപെൻഡിക്കുലർ, ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, this result illustrates that angular momentum is proportional to the distance from the origin to the line of motion. Okay, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? The angular momentum is proportional to the distance from the origin to the line of motion. ഇത് ഈ ഡയറക്ഷനിലാണ് നിങ്ങൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഒറിജിനിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ആ പെർപെൻഡിക്കുലറിൻ്റെ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്.
So angular momentum is perpendicular to the is proportional to the distance of the origin distance from the origin to the line of motion. നിങ്ങൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിലേക്ക് നിങ്ങൾ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും, നിങ്ങൾ ആംഗുലർ മൊമെൻറ്റം കൂടും. അത് കുറയുന്ന സമയത്ത് ആംഗുലർ മൊമെൻറ്റം കുറയുമെന്നും പറയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പം ഇതാണ് ദിസ് ഈസ് ദ മെത്തേഡ് 1. സോ മെത്തേഡ് 1ൽ നിങ്ങൾക്ക് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് the angular momentum can be found by drawing a perpendicular to the line of motion. So adana namukku endha kittiyது, the value of angular momentum is equal to the product of r perpendicular and the linear momentum. Okay, r perpendicular and the linear momentum. Okay, this is the method 1. Now we will see the method 2. ഇതിൻ്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. നമ്മളിവിടെ നമ്മൾ ആർ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതിന് പകരം ഇതേപോലെ പി പെർപെൻഡിക്കുലർ വരയ്ക്കും. ഇത് ഫസ്റ്റ് മെത്തേഡിന് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ ആർ പെർപെൻഡിക്കുലർ വരച്ചു. ഇതാണ് നിങ്ങളുടെ പൊസിഷൻ വെക്റ്റർ ആൻഡ് ദിസ് ഇസ് ദ ലൈൻ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് നിങ്ങളൊരു ലൈൻ വരച്ചു, ആർ പെർപെൻഡിക്കുലർ വരച്ചു, ആൻഡ് പി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ വിൽ ഗിവ് യു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതിന് പകരം നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇത് നിങ്ങളുടെ പൊസിഷൻ വെക്റ്റർ ആർ ആൻഡ് യു ഹാവ് ദി ലീനിയർ മൊമെൻറ്റം പി ഇൻ ദിസ് വേ. അപ്പോൾ പിന്റെ ഡയറക്ഷൻ, പിന്റെ എൻഡ് പോയിന്റ് യു ക്യാൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പൊസിഷൻ വെക്റ്റർ, ദാറ്റ് ഈസ് കോൾഡ് പി പെർപെൻഡിക്കുലർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആർ, LZ വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു പി പെർപെൻഡിക്കുലർ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. LZ is equal to R into P perpendicular. But depending upon the problem, you can choose either of this. It can be LZ is equal to R perpendicular into P, or LZ is equal to R into P perpendicular. രണ്ടും ശരിയാണ്. അതെന്താ വെച്ചാൽ പി നമ്മൾ ആർ പി സൈൻ ഫൈ എന്നുള്ളത് നമ്മളിപ്പോൾ ആദ്യത്തെ കേസിൽ പി ഇൻറ്റു ആർ സൈൻ ഫൈ എന്നെടുത്തു. ആർ സൈൻ ഫൈ ഈസ് ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഇൻറ്റു പി സൈൻ ഫൈ എന്നെടുക്കാം. അപ്പോൾ പി സൈൻ ഫൈ എന്നെടുക്കുന്ന സമയത്ത് എന്താ വരിക, യു വിൽ ഗെറ്റ് പി സൈൻ ഫൈ ആസ് പി പെർപെൻഡിക്കുലർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ റിസൾട്ട് കിട്ടും. സോ both are right and you can choose either of this depending upon the problem in your hand. Okay, so this is the method 1. Now we will see the method 2 to find out the modulus of angular momentum. Okay, അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ യു ആർ റിസോൾവിങ് ദ ആർ വെക്ടർ ഇൻ ടു ഒരു ഫിഗർ ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, 1 second. This is the figure. Okay, so we will see this. Okay, so here you have to this is the system. You are in the xy plane and your particle is here. It is in the it is with the position vector r, and the particle is moving in this way. This is the direction of p. Okay, here what you are doing is the position vector r is resolved into two. R is resolved into two vectors. One is r perpendicular and r parallel. So r perpendicular r parallel ആയിട്ട് രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്യുന്നു. രണ്ട് വെക്ടർ ആയിട്ട് നിങ്ങൾ ഈ r വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് പാരലൽ കമ്പോണൻറ്റ്. Okay, so r is equal to r perpendicular plus r parallel എന്ന് പറയാം. പിന്നെ നമ്മൾ ഈ ഡെഫിനിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, L is equal to r cross p. അപ്പോൾ ആറിന് പകരം r perpendicular plus r parallel cross p വരും. ഓക്കെ, സോ ദിസ് വിൽ ബി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലോ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി r perpendicular cross p plus r parallel cross p എന്ന് വരും. ഓക്കെ, അപ്പോൾ r parallel cross p പറയുന്ന സമയത്ത് എന്താ വരിക, r perpendicular cross p എന്ന് പറയുന്നത് r perpendicular p into sin phi എന്ന് വരും അല്ലേ, തമ്മിലുള്ള ആംഗിൾ.
ആർ പാരലൽ ക്രോസ് പി എന്ന് പറഞ്ഞാൽ ആർ പാരലൽ പി ഇൻറ്റു സൈൻ ഓഫ് തീറ്റ വരും, ഇത് തമ്മിലുള്ള ആംഗിൾ. സോ ആർ പാരലും പിയും എന്താണ് സെയിം ഡയറക്ഷനിലാണ്. സോ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വിൽ ബി 0 അല്ലേ, ഇത് ഒരേ ഡയറക്ഷനിലാണ്. ദീസ് ആർ പാരലൽ, പിയും ആർ പാരലും സെയിം ഡയറക്ഷനിലാണ്. സോ ആർ പാരലൽ ക്രോസ് പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പാരലൽ വെക്ടേഴ്സ് വിൽ ഹാവ് എ 0 ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് L is equal to R perpendicular cross P എന്ന് വരും. അപ്പോൾ the evaluating the cross product R perpendicular to P is trivial because the vectors are perpendicular by construction. അപ്പോൾ ഇവിടെ this will be L z will be എന്ത് വരും, R perpendicular modulus of R perpendicular into P എന്ന് വരും. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ റിസൾട്ട് തന്നെ. ഓക്കെ, so this is another method. And the third one is the direct you are finding the cross product by by finding the determinant. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫോർ എക്സാമ്പിൾ ഒരു ഇതെടുത്താണ്, ഇതിൽ എപ്പോഴും ഇങ്ങനെയാണെന്നില്ല. നമ്മളിപ്പോൾ ഈ കേസ് തന്നെ എടുക്കുന്നത് കൊണ്ട് ഹിയർ യു ആർ ഇൻ XY പ്ലെയിൻ, XY പ്ലെയിനുള്ള കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ജനറൽ ഫോമിലാണെങ്കിൽ XY സെറ്റ് കമ്പോണൻറ്റും ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ XY പ്ലെയിനിലാണെങ്കിൽ അതുകൊണ്ട് പൊസിഷൻ വെക്റ്റർ R will have only X and Y component, set component is 0. സോ R is XY, പിന്നെ അതുപോലെ P is PX and PY, അതായത് നമ്മുടെ പാർട്ടിക്കിൾ ഈസ് ഇൻ XY പ്ലെയിൻ. സോ സെറ്റ് കമ്പോണൻറ്റ് 0 ആയിരിക്കും. പിന്നെ അപ്പോൾ ഇതിൻ്റെ വെക്റ്റർ ഫോം എഴുതുകയാകുമ്പോൾ എന്ത് വരും, XI + YJ + 0K എന്ന് എഴുതാം. അതുപോലെ PXI + PYJ + 0K എന്ന് എഴുതാം, പിയുടെ കാര്യം. ഇനി R ക്രോസ് P നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. യു ഹാവ് IJK, എന്നിട്ട് എന്താണ് ആറിൻ്റെ കമ്പോണൻസ് XY and 0, പിയുടെ കമ്പോണൻസ് PX PY and 0. ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ ഫസ്റ്റ് പറ്റുക, I ഇൻറ്റു ഇത് ക്രോസ് ചെയ്യും അല്ലേ, Y ഇൻറ്റു 0 വരും. Y ഇൻറ്റു 0 is 0 മൈനസ് PY ഇൻറ്റു 0, ഇത് 0 ആയിപ്പോൾ I കമ്പോണൻറ്റ് 0 ആയി. പിന്നെ മൈനസ് J ഇൻറ്റു ഇത് നോക്കുക, X ഇൻറ്റു 0 വരും, 0 വരും. PX ഇൻറ്റു 0 വരും, അഗെയിൻ 0. സോ J കമ്പോണൻറ്റും 0 ആയി. ഇനി K കമ്പോണൻറ്റ് എടുത്തു കഴിഞ്ഞാൽ K ഇൻറ്റു XPY വരും, മൈനസ് YPZ, ഇത് സോറി PX, XPY മൈനസ് YPX വരും. So this will be the, and it is in the K direction. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, your angular momentum is having is in the positive z direction. അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. So this is in the positive z direction, that is the unit vector is k cap. So this way also you can find the angular momentum. So these are the three different methods to find the angular momentum, the magnitude of angular momentum. Direction നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമ്മളുടെ ഡയറക്ഷൻ എന്താണ്, you have to place your right hand in the direction of the position vector R, and the fingers will curl in the direction of P, and then your thumb will point in the direction of the angular momentum. Okay. Now we will see a very important concept, that is the value of L depends on the origin you choose. അപ്പം നിങ്ങൾക്കിത് വളരെ പുതിയതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് നോക്കും, 3 ഡിഫറെൻറ്റ് ഒറിജിൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ 3 ഡിഫറെൻറ്റ് ഒറിജിൻസിൽ നിങ്ങൾ ആംഗുലർ മൊമെൻറ്റം എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ you are having a particle of mass m. ഇപ്പോൾ മാസ് m എവിടെയാണ്, and it is moving in this way. ഈ ഡയറക്ഷനാണ് ഇതിൻ്റെ ഡയറക്ഷൻ, മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്, വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷനിലാണ്. സോ ഇറ്റ് വിൽ ഹാവ് എ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ഇൻ ദിസ് വേ. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം അബൌട്ട് ദ പോയിൻറ്റ് Q. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പോയിൻറ്റ് Q ആണ് എടുക്കുന്നത്. പോയിൻറ്റ് Q എന്നുള്ള ലീനിയർ മൊമെൻറ്റ് ആംഗുലർ മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദ പൊസിഷൻ വെക്റ്റർ ഓഫ് M ഫ്രം Q ഇസ് RQ. അപ്പോൾ RQ എന്ന് പറയുന്നത് Q എന്ന എമ്മിലേക്കുള്ള പൊസിഷൻ വെക്റ്ററാണ്. ഓക്കെ, സോ you have to find the angular momentum about the point Q. ഓക്കെ, അതിനെന്ത് ചെയ്യാം, നമ്മൾക്ക് LQ is equal to എന്ത് എഴുതാം,
എൽ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ക്യൂ ക്രോസ് പി എന്ന് എഴുതാം അല്ലേ, ആർ ക്യൂ ക്രോസ് പി എന്ന് എഴുതാം. അപ്പോൾ ആർ ക്യൂവിൻ്റെ ഡയറക്ഷൻ നമ്മളിങ്ങനെ എടുക്കുക, നമ്മളിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ, ഡോട്ടഡ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ആംഗിൾ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പറയണം അല്ലേ. ആംഗിൾ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പറയുമ്പം നമുക്കിവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് റൊട്ടേഷൻ ആംഗിൾ എങ്ങനെയാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, ആറിന്ന് പിയിലേക്ക് എത്താൻ ഇങ്ങനെ പോകണ്ടേ, ആറിന്ന് പിയിലേക്ക് എത്താൻ. ദാറ്റ് ഈസ് ഹിയർ ദ ആംഗിൾ ഈസ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോറി ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആർ ടു പി ചെയ്യണം, ആർ ടു പി മൂവ് ചെയ്യണമെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷന് പോകണം. So R to P, it is in the clockwise direction. Then you can see that your direction of angular momentum is into the screen. അല്ലേ, സ്ക്രീനിലേക്കാണ്. സോ യു ക്യാൻ പുട്ട് എ ക്രോസ് ഹിയർ. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദി സ്ക്രീനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആ ഡയറക്ഷൻ നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ വരച്ചു. ആർ ക്രോസ് പി എന്ന് പറയുന്നത് ആറിന്ന് പിയിലേക്കുള്ളത്. So you are keeping your right hand in the direction of R, then curl the fingers in the direction of P. അങ്ങനെ ആകുമ്പോൾ it will be into the screen ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ വാല്യൂ വിൽ ബി എന്താണ്, എം വി ആർ സൈൻ തീറ്റ എന്നായിരിക്കും. നമ്മളിവിടെ പിനെ എം ഇൻറ്റു വി എന്ന് എഴുതി. സോ ആർ ക്യൂ ക്രോസ് വി ഇൻറ്റു എം. എം സ്കാലറാണ്, വി എന്ന് പറയുന്നതാണ് വെക്റ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, എം വി ആർ, എം പുറത്തേക്ക് എടുത്ത് വി ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ആൻഡ് തീറ്റ ഇസ് ദിസ് ആംഗിൾ. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതാം, എന്താണ്, ആർ ക്യൂ പെർപെൻഡിക്കുലർ. നമ്മൾ ഇതേ തന്നെ കിട്ടും, ഇവിടെ തീറ്റ കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആർ ക്യൂ പെർപെൻഡിക്കുലർ ഇൻറ്റു പി എന്ന് എഴുതാം നിങ്ങൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. തീറ്റ ഇത് ആർ ക്യൂ പെർപെൻഡിക്കുലർ ഒക്കെ ആകുമ്പോൾ എന്താ വരിക, ഇവിടെ തീറ്റ വരും. ഈ ആർ ക്യൂ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ, ആർ ക്യൂ പെർപെൻഡിക്കുലർ ഇൻറ്റു പി എന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചൂസ് ചെയ്ത പോയിന്റ് ക്യൂ ആണ്. ക്യൂ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ഗോട്ട് ദ റിസൾട്ട് ആസ് എൽ ക്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദ പോയിന്റ് ക്യൂ. എൽ ക്യൂ ഇസ് എം വി ആർ സൈൻ തീറ്റ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് into the direction is into the screen. Okay, next we will choose another point, that is point C. So point C നമ്മൾ എടുക്കുകയാണ്. point C about point C you have to find the angular momentum. അപ്പോൾ about C എടുക്കുകയാകുമ്പോൾ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം ഈ സി നിന്ന് ഇവിടേക്കുള്ള പൊസിഷൻ വെക്റ്റർ വരയ്ക്കണം. ഞാൻ വരച്ചിട്ടില്ല, ഞാൻ ഡോട്ടഡ് ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സി നിന്ന് ഇവിടേക്കാണ് പൊസിഷൻ വെക്റ്റർ. ഇതൊന്നുമില്ല. സി നിന്ന് ഇവിടേക്കാണ് പൊസിഷൻ വെക്റ്റർ ഉള്ളത്. അപ്പോൾ സി നിന്ന് ഇവിടേക്ക് പൊസിഷൻ വെക്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്കിനി ഇത് ആറും ഇതാണ് നിങ്ങൾ ആർ സി എന്ന് പറയും. ആർ സി ക്രോസ് പി എടുക്കണം. ആർ സി ക്രോസ് പി എടുക്കുമ്പോൾ ആർ സിയും പിയും എന്താണ്, ഒരേ ഡയറക്ഷനാണ്. ഓർ യു ക്യാൻ സേ ദാറ്റ് ആർ സി ആൻഡ് പി ആർ പാരലൽ അല്ലേ. ആർ സിയും പിയും പാരലൽ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, അത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ഹെൻസ് യുവർ ആംഗുലർ മൊമെൻറ്റം ഇസ് 0. So about the point C, the angular momentum is 0. About the point Q, the angular momentum is this, and it is into the board, into the screen. ഇവിടെ എന്താ വരുന്നത്, it is 0. The angular momentum about C is 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗുലർ മൊമെൻറ്റം ഈസ് നോട്ട് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഓബ്ജക്റ്റ്. നമ്മളിപ്പം പാർട്ടിക്കിളിലൂടെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ, നേരെ ഇങ്ങനെ പോവുകയാണ്. പിയും നമ്മളെടുക്കുന്ന പോയിൻറ്റും നമ്മളെടുത്തിട്ടുള്ള ഒറിജിനും ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ഡയറക്ഷനാണ്. അപ്പം യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, ബട്ട് ലീനിയർ മൊമെൻറ്റം ഇസ് എ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. അപ്പം ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ മൂവിങ് പാർട്ടിക്കിളിനും ലീനിയർ മൊമെൻറ്റം ഉണ്ടാകും അല്ലേ. അതിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും, ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ ദർ വിൽ ബി എ ലീനിയർ മൊമെൻറ്റം എം ഇൻറ്റു വി. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മാസ് കൂടുമ്പോൾ ലീനിയർ മൊമെൻറ്റം കൂടും, കുറേ നേരം കുറയും, സ്പീഡ് പോകുമ്പം കൂടും, അങ്ങനെയാണ്. പക്ഷേ ആംഗുലർ മൊമെൻറ്റം ഈസ് നോട്ട് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും ഉണ്ട് എന്നുള്ളതാണ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
ഓക്കെ. അതായത് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലീനിയർ മൊമെൻ്റ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് വേറെവർ യു ഫിക്സ് ദ ഒറിജിൻ. എവിടെയായിരുന്നു എങ്ങനെ മൂവ് ചെയ്താലും അതിന് ലീനിയർ മൊമെൻ്റ് ഉണ്ട്. ബട്ട് ആംഗുലർ മൊമെൻറ്റം ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആംഗുലർ മൊമെൻറ്റം നിങ്ങൾ എടുക്കുന്ന ഒറിജിൻ ഏത് പോയിന്റിലാണ് നിങ്ങളത് കൺസിഡർ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആംഗുലർ മൊമെൻറ്റം ഉള്ളത്. സോ ആംഗുലർ മൊമെൻറ്റം ഈസ് നോട്ട് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഓബ്ജക്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു പോയിന്റും കൂടി കൺസിഡർ ചെയ്യാം. യു ആർ കൺസിഡറിങ് എ പോയിന്റ് ഡി ഹിയർ. ഈ പോയിന്റ് എടുക്കുക. ഇപ്പോൾ പോയിന്റ് ഡി എടുത്തു കഴിഞ്ഞാൽ ഞാനത് എഴുതിയിട്ടില്ല, ഞാനത് എൽക്യൂൻ്റെ തന്നെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഡി എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ജസ്റ്റ് ഡയറക്ഷൻ മാത്രം നോക്കുക, നിങ്ങൾക്ക് വാല്യൂ നിങ്ങൾ പിന്നീട് കണ്ടുകൊള്ളും. അപ്പോൾ ഈ ഡി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ യുവർ പാർട്ടിക്കിൾ ഈസ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് വേ. ഇതാണ് നിങ്ങൾ പാർട്ടിക്കിളിൻ്റെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഇപ്പോൾ ഡി എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഇതാണ് അല്ലേ, പൊസിഷൻ വെക്റ്റർ ആർ ഡി ഇസ് ദിസ്. അപ്പോൾ ആർ ഡി ക്രോസ് പി ആണ് കാണേണ്ടത്. ആർ ഡി ക്രോസ് പി എന്ന് പറഞ്ഞാൽ ഇതെടുക്കാൻ പാടില്ല, ദിസ് ഈസ് എ ബിഗർ ആംഗിൾ. അപ്പോൾ ഇവിടെ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല വരെ, ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡോട്ടഡ് ലൈൻ, ദിസ് ഈസ് ദ സ്മോളർ ആംഗിൾ അല്ലേ, ഇതാണ് കുറച്ചുകൂടി സ്മോൾ ആയിട്ടുള്ള ആംഗിൾ, സ്മോൾ തീറ്റയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ എടുക്കുക. ഈ ആംഗിൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് എടുക്കുക, ദിസ് വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആർ ടു പി എടുക്കുന്ന സമയത്ത് യുവർ ആംഗിൾ തീറ്റ ഈസ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ നിങ്ങളെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇറ്റ് ഈസ് ടുവേർഡ്സ് യു. അപ്പോൾ ഈ ഡി എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് യു, ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ ദിസ് വേ. ഓക്കെ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് കുന്തത്തിൻ്റെ എന്താണ് മുന ഇങ്ങോട്ടേക്കാണ്, നിങ്ങൾ നേരെ വരുന്ന വിധത്തിലാണ്. അപ്പം നോക്കൂ, എൽ ക്യൂ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് ഇവിടെ ക്രോസ് ആണ്. ഈ പോയിന്റിൽ എങ്ങോട്ടാണ്, ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ ടു ദി സ്ക്രീൻ. ഈ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഔട്ട് ഓഫ് ദി സ്ക്രീൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഒറിജിൻ യു ചൂസ് യുവർ ആംഗുലർ മൊമെൻറ്റം ഈസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ പാർട്ടിക്കിൾ ഇവിടെ നോക്കൂ, എല്ലാ സ്ഥലത്തും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ, നിങ്ങൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ മാറിയിട്ടില്ല. ആകെ മാറിയ എന്താണ്, യുവർ പൊസിഷൻ വെക്റ്റർ ഫ്രം വേർ യു ആർ ഗോയിങ് ടു മെഷർ ദി ആംഗുലർ മൊമെൻറ്റം. അത്രയേ ഉള്ളൂ. നിങ്ങൾ പാർട്ടിക്കിൾ ഇതേ ഡയറക്ഷൻ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇവിടുന്ന് ഇതൊന്നും മാറിയിട്ടില്ല. എല്ലാ പോയിന്റിലും ക്യൂ എന്നുള്ള പോയിന്റ് എടുത്താലും എവിടെ ക്യൂ എന്നുള്ള പോയിന്റ് എടുത്താലും സി എന്നുള്ള പോയിന്റ് എടുത്താലും ഡി എന്നുള്ള പോയിന്റ് എടുത്താലൊക്കെ യുവർ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദിസ് വേ. പക്ഷേ ഓരോ പോയിന്റിലും നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ട് എന്താണ്, ആംഗുലർ മൊമെൻറ്റം ഈസ് ഡിഫറെൻറ്റ്. സോ ആംഗുലർ മൊമെൻറ്റം ഡിപ്പെൻഡ്സ് ഓൺ ദി പോയിന്റ് ദാറ്റ് യു ചൂസ് ഓർ ദി പോയിന്റ് ഓഫ് ഒറിജിൻ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൊസിഷൻ വെക്റ്റർ എവിടെ നിന്നാണ് എടുക്കുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആൻഡ് യു ഷുഡ് ബി തെറോ വിത്ത് ദിസ്. ഇത് നല്ലോണം ഓർത്തിരിക്കണം. ഓരോ പോയിന്റിലും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ. ഇത് നമ്മളിപ്പം എന്താണ് ശരിക്കുള്ള പ്യുവർ റൊട്ടേഷണൽ മോഷനിലേക്ക് വന്നിട്ട് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം പറയാൻ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പോയിന്റ് എടുത്തിട്ട് ജസ്റ്റ് അത് റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് തീറ്റ ആംഗിൾ, ചെറിയ സ്മോൾ തീറ്റ ആംഗിളിലും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ. Next we will see a case of angular momentum of a sliding block. ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ഒരു ബോക്സ്, ഒരു സ്ലൈഡിങ് ബ്ലോക്ക്. സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പോൾ അതിൽ ഈ സ്ലൈഡിങ് ബോക്സിൽ ഇറ്റ് ഈസ് ദ ബ്ലോക്ക് ഈസ് ഹാവിങ് എ മാസ് എം, സ്മോൾ എം ആണ് അതിൻ്റെ മാസ്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഇൻ ദി ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് വെലോസിറ്റി ഈസ് വി ഐ എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ. ഇനി യു ഹാവ് ടു, ഇവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ്. ഇതിപ്പോൾ ആദ്യം നമ്മൾ കോർഡിനേറ്റ്സ്, നമുക്ക് 2 പോയിന്റ് എന്നുള്ള നമുക്ക് 2 പോയിന്റുള്ള ആംഗുലർ മൊമെൻറ്റം കാണണം. നമ്മളിപ്പോൾ ഡിയിലും ക്യൂയിലും കണ്ടില്ലേ, അതേപോലെ ഇവിടെ യു ഹാവ് ടു ഫൈൻഡ് ദി ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദി പോയിന്റ് എ ആൻഡ് ദെൻ അബൌട്ട് ദി പോയിന്റ് ബി. ഓക്കെ. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ പോയിന്റിലാണ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ. ദിസ് ഈസ് ദ കോർഡിനേറ്റ്സിൻ്റെ 0, 0, 0 പോയിന്റ് ഇവിടെയാണ്.
അവിടെ തന്നെയാണ് നിങ്ങളെ പോയിൻറ്റ് എയും, പിന്നെ നിങ്ങൾക്ക് വേറൊരു പോയിൻ്റ് ഉണ്ട് ബിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒറിജിൻ എ എടുക്കുന്നു, ദെൻ യു വിൽ ഫൈൻഡ് ദ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ഒറിജിൻ ബി ഓൾസോ. ഓക്കെ, അപ്പോൾ ഒറിജിൻ എയിൽ എന്താണ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആർ ക്രോസ് എം വി എന്ന് എഴുതാം, അല്ലെങ്കിൽ എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് എഴുതാം. എം ഒരു സ്കെലറാണ്, ആർ ക്രോസ് വി ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റത്തിൽ തരുന്നത്. സോ ആർ എ എന്ന് നമ്മൾ എ എന്നുള്ള പോയിൻ്റ് ഇവിടെ എടുക്കുന്നുള്ളൂ ഇപ്പോൾ കേട്ടോ. അപ്പോൾ എ എന്നുള്ള പോയിൻ്റിൽ നിന്ന് ആർ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളെ പാർട്ടിക്കിൾ. ആറിലേക്കുള്ള പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഐ അല്ലേ. എക്സ് ഡിസ്റ്റൻസിലാണ് ഇവിടെ ഉള്ളത്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ലൈഡിങ് ബ്ലോക്കാണ്. സോ എക്സ് ഇസ് ബി വാരിയിങ് അലോങ് ദിസ് ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഐ ആണ്, എക്സ് ഡയറക്ഷനാണ്. സോ എക്സ് ഐ എന്ന് എഴുതാം. ആർ എ ഈസ് എക്സ് ഐ. ഓക്കെ, പിന്നെ ഇനി ആർ എ ഈസ് പാരലൽ ടു ബി. നമുക്കറിയാം ആർ എയും വിയും ഒരേ ഡയറക്ഷനാണ്. സോ ക്രോസ് പ്രൊഡക്റ്റ് എന്താവും? നമ്മുടെ ഇക്വേഷൻ എന്താണ്? എൽ എ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് എഴുതാം. ഇപ്പോൾ വി ആർ എ എന്ന് പറഞ്ഞാൽ എക്സ് ഐ ആണ്, എക്സ് ഐ ക്രോസ് വി ഐ വരും. അപ്പോൾ ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ആർ എക്ക് നമ്മൾ എക്സ് ഐ എന്ന് എടുത്തു, വിക്ക് വി ഐ എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഐ ക്രോസ് ആർ വി ഐ എന്ന് വരും. ഐ ക്രോസ് ഐ ഈസ് എന്താണ്? ഐ അല്ലെ 1 സൈൻ 0 എന്ന് വരും. ആംഗിൾ 0 ആണ്. സോ അൾട്ടിമേറ്റ്ലി യുവർ ആംഗുലർ മൊമെൻറ്റം വിൽ ബി 0 ഇൻ ദിസ് വേ. ഈ ഡയറക്ഷനിൽ 0 ആയിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് അബൌട്ട് ദ പോയിൻറ്റ് എ യുവർ ആംഗുലർ മൊമെൻറ്റം ഈസ് 0. ഡയറക്റ്റായിട്ട് റിസൾട്ട് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് യു ഹാവ് ടു കൺസിഡർ ദി പോയിൻറ്റ് ബി. ഈ പോയിൻറ്റ് ബി എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെയാണ് നിങ്ങൾ എന്ത് വരിക? പൊസിഷൻ വെക്ടർ ബി ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ അടുത്ത ഫിഗർ നോക്കാം. സോ നൗ യു ആർ കൺസിഡറിങ് ദ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ബി. സോ യുവർ പൊസിഷൻ വെക്ടർ ഈസ് ദിസ് വൺ, ആർ ബി. നേരത്തെ ആർ എ ഉണ്ടായിരുന്നത്, ഇത് ആർ ബി ആണ്. ആർ ബി എന്ന നമ്മൾ എക്സ് ഡയറക്ഷനിലൊന്നല്ല, ഇതിന് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ട് കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യുക. വൺ ഈസ് ആർ പാരലൽ ആൻഡ് ആർ പെർപെൻഡിക്കുലർ. നമുക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചല്ലോ. ആർ പാരലൽ ആൻഡ് ആർ പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്തു. എന്നിട്ട് എന്ത് കാണാം? ആർ ക്രോസ് വി കാണാം. എം ഇൻറ്റു വി ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്. സോ അത് നമ്മൾ എടുത്തു വയ്ക്കുക. സോ ആർ ബി ക്രോസ് വി എഴുതാം. ആർ ബി ക്രോസ് വി വിൽ ബി ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ പ്ലസ് ആർ പാരലൽ ക്രോസ് വി എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ആർ ബി എന്ന് പറയുന്നത് ആർ പെർപെൻഡിക്കുലർ പ്ലസ് ആർ പാരലൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആർ പെർപെൻഡിക്കുലർ അപ്പോൾ എന്താ എഴുതുക? എൽ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ പ്ലസ് ആർ പാരലൽ ക്രോസ് വി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആർ പെർപെൻഡിക്കുലർ പ്ലസ് ആർ പാരലൽ ക്രോസ് വി എന്ന് എഴുതി കഴിഞ്ഞാൽ ആർ പാരലൽ ക്രോസ് വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ ഇത് കണ്ടു. പാരലൽ കമ്പോണൻറ്റും വിയും എന്തായിരിക്കും? ഒരേ ഡയറക്ഷനാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് 0. ഒരേ ഡയറക്ഷനിലായതുകൊണ്ട്. സോ യു വിൽ ബി ലെഫ്റ്റ് ഔട്ട് വിത്ത് എം ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ക്രോസ് ആർ ബി. സോറി, ആർ ബി അല്ല, വി. ആർ പെർപെൻഡിക്കുലർ ക്രോസ് വി, എം ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ക്രോസ് വി എന്ന് വരും. ഓക്കെ, ഇനി ആർ പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. ആർ പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഈസ് എൽ അല്ലേ. ആർ പെർപെൻഡിക്കുലറിൻ്റെ മാഗ്നിറ്റ്യൂഡാണെന്ന് പറഞ്ഞില്ലേ നമ്മളെടുത്ത്. അപ്പോൾ ഈ വാല്യൂ എന്താണ്? ദിസ് ഈസ് എൽ. എൽ എന്ന് എടുക്കുക. സ്മോൾ എൽ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് അവർ തന്നതാണ്, നമുക്ക് വേറെ ഒന്നുമില്ല. എൽ ഡിസ്റ്റൻസിലാണ് ഈ പോയിൻറ്റ് ബി എന്നുള്ളത്. സോ ആർ പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ എൽ ആണ് തന്നിട്ടുള്ളത്, സ്മോൾ എൽ. സോ എൽ ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? എൽ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ക്രോസ് വി ഈസ് എൽ ഇൻറ്റു വി എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറിന് വിയിലേക്കുള്ള ഡയറക്ഷൻ. അപ്പോൾ ഈ ആംഗിളല്ല എടുക്കേണ്ടത്, കൗണ്ടർ ക്ലോക്ക് വൈസ്. ഈ ആംഗിളല്ല, ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇങ്ങോട്ടേക്ക് ഇത് നീട്ടി വരയ്ക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദി സ്മോളസ്റ്റ് ആംഗിൾ. അല്ലെങ്കിൽ ആർ ക്രോസ് വി എന്ന് പറയുന്നത് നിങ്ങൾ ക്ലോക്ക് വൈസ് ആണെന്ന് പറയും. അങ്ങനെയല്ല വരിക കേട്ടോ. ആർ ക്രോസ് വി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദി സ്മോളസ്റ്റ് ആംഗിൾ. ദെൻ ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ദിസ് ഈസ് ദ ആംഗിൾ.
ദിസ് ഈസ് ആംഗിൾ, ഇതാണ് സ്മോളസ്റ്റ് ആംഗിൾ. അതായത് ആർ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പം നിങ്ങൾ ഡയറക്ഷനൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ ആർ ക്രോസ് ബി എടുക്കുന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ വലിയ ആംഗിളാണ്, ഇത് എടുക്കാൻ പാടില്ല, സ്മോൾ ആംഗിൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ആറിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡല്ലേ ഇവിടെ വരെയുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ ഇതേ വരെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആർ ക്രോസ് വി എടുക്കുക, ദാറ്റ് ഈസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ ഇറ്റ് വിൽ ബി ഇൻ ദി പോസിറ്റീവ്. അപ്പോൾ നമുക്ക് കാണാൻ ദ ഡയറക്ഷൻ ഓഫ് എൽ ബി ഈസ് ഇൻ ദി പോസിറ്റീവ് സെറ്റ്. അപ്പോൾ ഈ സെറ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ടുവേർഡ്സ് വി കേൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ടുവേർഡ്സ് യു ആയിരിക്കും, നിങ്ങൾ നേരെ ആയിരിക്കും നിങ്ങൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് എൽ ബി ഇസ് ഇൻ ദി പോസിറ്റീവ് സെറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചൊരു വെക്റ്റർ മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ, മെത്തേഡ് ത്രീ വെച്ചിട്ട് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എൽ ബി കാൽക്കുലേറ്റ് ചെയ്യാം. സോ എൽ ബി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആർ ബിയുടെ പൊസിഷൻ വെക്റ്ററിൻ്റെ വെക്റ്റർ ഫോം വേണം. വിയുടെ നമുക്കറിയാം, വി ഈസ് ഈക്വൽ ടു വി ഐ നമുക്കറിയാം അല്ലേ. അപ്പോൾ ആർ ബിയുടെ നമുക്ക് എങ്ങനെ, ഇത് ആർ പാരലൽ ആൻഡ് ആർ പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർ പാരലിൻ്റെ വാല്യൂ എക്സ് ഐ ആയിരിക്കും, ഈ ഐ ഡയറക്ഷനിൽ, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ. സോ എക്സ് ഐ, പിന്നെ ഇതിൻ്റെ ബിയുടെ ഈ ആർ പെർപെൻഡിക്കുലർ എന്താ വരിക, നിങ്ങളിവിടെയാണ് നിങ്ങളുടെ കോർഡിനേറ്റ്സിൻ്റെ ഒറിജിൻ, കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ ഇവിടെയാണ്. സോ ദിസ് വിൽ ബി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മൈനസ്, ഇവിടെയാണ് നിങ്ങളെ ഒറിജിൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ ഇത് നിങ്ങൾ ആക്സസ് കൊണ്ടുവന്നാൽ, നിങ്ങൾ ഒറിജിൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ ഇവിടെ ആക്സസ് കൊണ്ടുവന്നാൽ ഇവിടെ നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര എടുക്കണം, നിങ്ങൾ ആക്സസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഈ ജസ്റ്റ് ഞാൻ വരയ്ക്കാം, ഇങ്ങനെ വരും. ഇതാണ് നിങ്ങൾ എക്സ് ആക്സസ്, ബാക്കി വൈ ഇതൊക്കെ ഇങ്ങനെ തന്നെ. ഇത് സെഡ് ആക്സസ് സോറി, നിങ്ങൾ സെഡ് ആക്സസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇപ്പോൾ ഒറിജിൻ ഇവിടെ ആയി. അപ്പോൾ എങ്ങനെയാകുമ്പം നിങ്ങൾ എക്സ് ഡയറക്ഷൻ ഇത് ഓക്കെ, എക്സ് ഐ തന്നെ വരുന്നു. ആർ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒറിജിനെ സമയത്തോളം താഴേക്കാണ് അല്ലേ. ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് വൈ വരും. സോ ആർ പെർപെൻഡിക്കുലർ ഈസ് നെഗറ്റീവ് വൈ, നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. സോ മൈനസ് എൽ ജെ എന്ന് എഴുതും. ഓക്കെ, എക്സ് ഐ മൈനസ് എൽ ജെ. അപ്പോൾ എക്സ് ഐ മൈനസ് എൽ ജെ എന്ന് വരും ആർ ബിയുടെ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ. പിന്നെ വി എന്ന് പറയുന്നത് വി ഐ തന്നെ. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എം ഇസ് എ കോൺസ്റ്റൻറ്റ്, ഇസ് എ സ്കെയിലർ, ഐ ജെ കെ എന്ന് എടുക്കുക. ആർ ബിയുടേത് എക്സ് വരും, എക്സ് ഐ മൈനസ് എൽ ജെ അല്ലേ. സോ മൈനസ് എൽ, കെ കമ്പോണൻറ്റ് 0. വിയുടേത് വി ഐ ആണ്. സോ വി 0 0. ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് ബാക്കി ഐ ജെ കമ്പോണൻ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, 0 ആയി പോകും. കെ കമ്പോണൻറ്റ് വിൽ ബി എന്ത് വരും, എക്സ് ഇൻറ്റു 0 0 വരും, മൈനസ് എൽ വി എന്ന് വരും, ദാറ്റ് ഈസ് പ്ലസ് എൽ വി എന്ന് വരും. സോ എം എൽ വി കെ ക്യാപ്പ് എന്ന് വരും. ദാറ്റ് ഈസ് ദ സെയിം ദാറ്റ് യു ഹാവ് ഗോട്ട് വിത്ത് ദിസ് മെത്തേഡ് അല്ലേ. നമ്മൾ പാരലൽ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആക്കി ചെയ്തപ്പം കിട്ടിയ അതേ വാല്യൂ തന്നെ ഇവിടെ കിട്ടുന്നു, എം എൽ വി കെ ക്യാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, എയിലുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അല്ല ബിയിലുള്ളത്. എയിൽ നിങ്ങൾ അബൌട്ട് എ ദ ആംഗുലർ മൊമെൻറ്റം വാസ് 0, ബട്ട് അബൌട്ട് ബി ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഹാവിങ് എ വാല്യൂ എം എൽ വി ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദി പോസിറ്റീവ് സെറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വി വിൽ സീ ദി കോണിക്കൽ പെൻഡുലം. അപ്പം കോണിക്കൽ പെൻഡുലത്തിൽ ഓരോ പോയിന്റിലും നമ്മൾ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ ഡയറക്ഷനിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നന്നായി തറവായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ യു ക്യാൻ സീ ദ വീഡിയോ അഗെയിൻ ആൻഡ് യു ഹാവ് ടു സോൾവ് ദിസ് ആസ് യുവർ ഓൺ, then only you will be able to understand it very clearly. Okay, thank you.